ശാന്തി 10/9/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളെ വജ്രതുല്യം ആക്കി മാറ്റുന്ന ബാബയിൽ ഒരിക്കലും സംശയം വരാൻ പാടില്ലാത്തതാണ്. സംശയബുദ്ധി ആവുക എന്നാൽ തൻ്റെ നഷ്ടമുണ്ടാക്കുക എന്നാണ്. ചോദ്യം: മനുഷ്യനിൽ നിന്നും ദേവത ആകുന്നതിൻ്റെ പഠനത്തിൽ പാസ്സാകുന്നതിൻ്റെ മുഖ്യ ആധാരം എന്താണ്? ഉത്തരം: നിശ്ചയം. നിശ്ചയബുദ്ധി ആകുന്നതിൻ്റെ ധൈര്യം ആവശ്യമാണ്. മായ ഈ ധൈര്യത്തെ ഇല്ലാതാക്കുന്നു, സംശയബുദ്ധിയാക്കി മാറ്റുന്നു. മുന്നോട്ട് പോകവേ അഥവാ പഠനത്തിലും പഠിപ്പിക്കുന്ന സുപ്രീം ടീച്ചറിലും സംശയം വന്നുവെങ്കിൽ തൻ്റെയും മറ്റുള്ളവരുടെയും വളരെയധികം നഷ്ടമുണ്ടാക്കുന്നു. ഗീതം: നീ സ്നേഹത്തിൻ്റെ സാഗരമാണ്. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ശിവബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ ബാബയുടെ മഹിമ ചെയ്യുന്നു. നീ സ്നേഹത്തിൻ്റെ സാഗരമാണ്. ആ ഒന്നിനെ ജ്ഞാനത്തിൻ്റെ സാഗരമെന്നും പറയുന്നു. ജ്ഞാനത്തിൻ്റെ സാഗരം ഒന്ന് തന്നെ ആയിരിക്കുമ്പോൾ ബാക്കി എല്ലാത്തിനെയും അജ്ഞാനം എന്ന് പറയും. കാരണം ജ്ഞാനത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും കളിയാണ്. ജ്ഞാനം ഉള്ളത് തന്നെ പരംപിത പരമാത്മാവിൻ്റെ അടുക്കലാണ്. ഈ ജ്ഞാനത്തിലൂടെ പുതിയ ലോകം സ്ഥാപിതമാകുന്നു. ഏതെങ്കിലും പുതിയ ലോകത്തെ ഉണ്ടാക്കുന്നു എന്നല്ല. ലോകമാണെങ്കിൽ അവിനാശി തന്നെയാണ്. കേവലം പഴയതിനെ പരിവർത്തനപ്പെടുത്തി പുതിയതാക്കി മാറ്റുന്നു. പ്രളയം ഉണ്ടാകുന്നൊന്നുമില്ല. മുഴുവൻ ലോകവും ഒരിക്കലും വിനാശമാകുന്നില്ല. പഴയതുണ്ട്, അത് പരിവർത്തനപ്പെട്ട് പുതിയതായിക്കൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഇത് പഴയ വീടാണ്, ഇതിൽ നിങ്ങൾ ഇരിക്കുകയാണ്. അറിയാം നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകും എന്ന്. പഴയ ഡൽഹി ഉള്ളതുപോലെ ഇപ്പോൾ പഴയ ഡൽഹി ഇല്ലാതാകേണ്ടതുണ്ട്. അതിനു പകരം ഇപ്പോൾ പുതിയത് ഉണ്ടാകണം. പുതിയത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആദ്യം അതിൽ കഴിയുന്നതിന് യോഗ്യമായവർ വേണം. പുതിയ ലോകത്തിൽ ഉണ്ടായിരിക്കുന്നത് സർവഗുണ സമ്പന്നരാണ്. ഇത് കുട്ടികളായ നിങ്ങളുടെ എയിം ഓബ്ജക്റ്റുമാണ്. പാഠശാലയിൽ എയിം ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കുന്നുവല്ലോ. പഠിക്കുന്നവർക്കറിയാം ഞാൻ സർജനാകും, ബാരിസ്റ്ററാകും എന്ന്. ഇവിടെ നിങ്ങൾ അറിയുന്നു നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയാകാൻ വന്നിരിക്കുന്നു. പാഠശാലയിൽ എയിം ഓബ്ജക്റ്റ് ഇല്ലാതെ ആർക്കും ഇരിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഇത് ഇങ്ങനെയുള്ള വണ്ടർഫുൾ പാഠശാലയാണ്. അതിൽ എയിം ഓബ്ജക്റ്റ് മനസ്സിലാക്കിയിട്ടും പഠിച്ചിട്ടും വീണ്ടും പഠനം ഉപേക്ഷിക്കുന്നു. മനസ്സിലാക്കുന്നുണ്ട് ഇത് റോങ് പഠനമാണ്, ഇങ്ങനെ ഒരു എയിം ഓബ്ജക്റ്റേ ഇല്ല, ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവുക സാധ്യമല്ല. പഠിപ്പിക്കുന്ന ആളിലും സംശയം വന്നു പോകുന്നു. ആ പഠനത്തിലും പഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അഥവാ ധനമില്ലെങ്കിൽ, ധൈര്യമില്ലെങ്കിൽ പഠിക്കുന്നത് ഉപേക്ഷിക്കുന്നു. അല്ലാതെ ബാരിസ്ട്രി പഠനത്തിൻ്റെ നോളജ് തന്നെ റോങ് ആണെന്നും പഠിപ്പിക്കുന്നയാൾ റോങ് ആണ് എന്നും പറയുന്നില്ല. ഇവിടെയാണെങ്കിൽ മനുഷ്യരുടേത് വണ്ടർഫുൾ ബുദ്ധിയാണ്. പഠനത്തിൽ സംശയമുണ്ടാകുന്നു. അപ്പോൾ പറയുന്നു ഈ പഠനം റോങ് ആണ്, ഭഗവാൻ പഠിപ്പിക്കുന്നതേയില്ല, ചക്രവർത്തി പദവിയൊന്നും ലഭിക്കുകയുമില്ല, ഇതെല്ലാം കള്ളക്കഥകളാണ് എന്ന്. ഇങ്ങനെയും വളരെയധികം കുട്ടികൾ പഠിച്ച് പിന്നെ ഉപേക്ഷിക്കുന്നു. എല്ലാവരും ചോദിക്കും, നിങ്ങൾ പറയുമായിരുന്നു നമ്മളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്, അതിലൂടെ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു എന്ന്. പിന്നെ എന്താണ് ഈ സംഭവിച്ചത്? അല്ല അതെല്ലാം കള്ളക്കഥകളായിരുന്നു എന്ന് പറയുന്നു. ഈ എയിം ഓബ്ജക്റ്റ് നമുക്ക് മനസ്സിലാകുന്നതേയില്ല. ചിലരുണ്ട്
നിശ്ചയത്തോടെ പഠിച്ചിരുന്നു. സംശയം വന്നപ്പോൾ പഠനം ഉപേക്ഷിച്ചു. നിശ്ചയം എങ്ങനെയുണ്ടായി? പിന്നെ സംശയബുദ്ധിയാക്കിയത് ആരാണ്? നിങ്ങൾ പറയും, അഥവാ ഇത് പഠിക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന പദവി നേടുവാൻ സാധിക്കുമായിരുന്നു. വളരെ പേർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വക്കീൽ പഠനം പഠിച്ച് പകുതി വഴിക്ക് ഉപേക്ഷിക്കുന്നു. മറ്റുള്ളവർ പഠിച്ച് ബാരിസ്റ്ററായി മാറുന്നു. ചിലർ പഠിച്ച് പാസ്സാകുന്നു, ചിലർ തോറ്റുപോകുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ പദവി നേടുന്നു. ഇതാണെങ്കിൽ വലിയ പരീക്ഷയാണ്. ഇതിൽ വളരെയധികം ധൈര്യം ആവശ്യമാണ്. ഒന്നാമതായി നിശ്ചയബുദ്ധിയുടെ ധൈര്യം ആവശ്യമാണ്. മായ ഇങ്ങനെയുള്ളതാണ്. ഇപ്പോൾ നിശ്ചയം ഇപ്പോൾ തന്നെ സംശയബുദ്ധിയാക്കി മാറ്റുന്നു. വളരെ പേർ വരുന്നു പഠിക്കുന്നതിനായി. പക്ഷേ ചിലർ ഡൾ ബുദ്ധിയാണ്. നമ്പർ വാറായി പാസ്സാകുന്നുവല്ലോ. പത്രത്തിലും ലിസ്റ്റ് വരുന്നു. ഇതും ഇങ്ങനെയാണ്. ധാരാളം പേർ പഠിക്കുന്നതിനായി വരുന്നു. ചിലർ നല്ല ബുദ്ധിയുള്ളവരാണ്, ചിലർ ഡൾ ബുദ്ധിയാണ്, അതായത് മൂഢബുദ്ധി. ഡൾ ബുദ്ധി ആയി പിന്നെ ഏതെങ്കിലുമൊക്കെ സംശയത്തിൽ വന്ന് ഉപേക്ഷിക്കുന്നു. പിന്നെ മറ്റുള്ളവർക്കും നഷ്ടമുണ്ടാക്കുന്നു. സംശയബുദ്ധി വിനശന്തി എന്ന് പറയുന്നു. അവർക്ക് ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. നിശ്ചയവും ഉണ്ട്, പക്ഷേ പൂർണ്ണമായും പഠിക്കുന്നില്ല എങ്കിൽ പാസ്സാവുകയില്ല. കാരണം ബുദ്ധി കൊണ്ട് ഒരു ഉപയോഗവുമില്ല, ധാരണ ഉണ്ടാകുന്നില്ല. നമ്മൾ ആത്മാക്കളാണ്, ഇത് മറന്നു പോകുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ ആത്മാക്കളുടെ പരംപിതാവാണ്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ്. ചിലർക്ക് വളരെയധികം വിഘ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് സംശയം വരുന്നു. പറയുന്നു, നമുക്ക് ഇന്ന ബ്രാഹ്മണിയോട് നിശ്ചയം ഇരിക്കുന്നില്ല. ബ്രാഹ്മണി എങ്ങനെയും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ടല്ലോ. ടീച്ചർ നന്നായി പഠിപ്പിക്കുന്നില്ല എങ്കിൽ ചിന്തിക്കുന്നു, ഇവരെ പഠിപ്പിക്കുന്നതിൽ നിന്നും ഒഴിവാക്കണം എന്ന്. എന്നാൽ നിങ്ങൾക്കാണെങ്കിൽ പഠിക്കണമല്ലോ. ഈ പഠനം ബാബയുടേതാണ്. പഠിപ്പിക്കുന്നത് ആ സുപ്രീം ടീച്ചറാണ്. ബ്രാഹ്മണിയും ആ ഒന്നിൻ്റെ നോളജാണ് കേൾപ്പിക്കുന്നത്. അതിനാൽ അറ്റൻഷൻ പഠനത്തിലാണ് ഉണ്ടാകേണ്ടത്. പഠനമില്ലാതെ പരീക്ഷ പാസ്സാകുവാൻ സാധിക്കില്ല. എന്നാൽ ബാബയോടുള്ള നിശ്ചയം തന്നെ മുറിഞ്ഞു പോകുന്നു. അപ്പോൾ പിന്നെ പഠനം ഉപേക്ഷിക്കുന്നു. പഠിച്ച് ടീച്ചറിൽ സംശയം വരുന്നു. ഇവരിലൂടെ ഈ പദവി ലഭിക്കുമോ അതോ ഇല്ലയോ എന്ന്. അപ്പോൾ പിന്നെ ഉപേക്ഷിക്കുന്നു. മറ്റുള്ളവരെയും മോശമാക്കുന്നു. അധിക്ഷേപ വാക്കുകൾ പറയുന്നതിലൂടെ കൂടുതൽ ഹാനി ഉണ്ടാക്കുന്നു. വളരെയധികം നഷ്ടമുണ്ടാകുന്നു. ബാബ പറയുന്നു, ഇവിടെ അഥവാ ആരെങ്കിലും പാപം ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് 100 മടങ്ങ് ശിക്ഷയുണ്ടാകുന്നു. വളരെ പേരെ മോശമാക്കുന്നതിന് ഒരാൾ നിമിത്തമാകുന്നു. അപ്പോൾ എത്രത്തോളം പുണ്യ ആത്മാവായോ പിന്നെ പാപാത്മാവായി മാറുന്നു. പുണ്യ ആത്മാവാകുന്നത് തന്നെ ഈ പഠനത്തിലൂടെയാണ്. പുണ്യ ആത്മാവ് ആക്കി മാറ്റുന്നത് ഒരേ ഒരു ബാബയാണ്. അഥവാ ആർക്കെങ്കിലും പഠിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും എന്തെങ്കിലും മോശമായതുണ്ട്. പറയുന്നു, എന്താണോ ഭാഗ്യത്തിലുള്ളത് നമ്മൾ എന്തു ചെയ്യും എന്ന്. ഹാർട്ട് ഫെയിൽ ആകുന്നത് പോലെയാണ്. അപ്പോൾ ആരാണോ ഇവിടെ വന്ന് മർജീവ ആകുന്നത് അവർ പിന്നെ രാവണ രാജ്യത്തിൽ പോയി മർജീവയാകുന്നു. വജ്രതുല്യ ജീവിതം ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. മനുഷ്യർക്ക് ഹാർട്ട് ഫെയിൽ ആകുന്നുവെങ്കിൽ പോയി അടുത്ത ജന്മം എടുക്കുന്നു. ഇവിടെ ഹാർട്ട് ഫെയിൽ ആകുന്നുവെങ്കിൽ ആസുരീയ സമ്പ്രദായത്തിലേക്ക് പോകുന്നു. ഇത് മർജീവ ജന്മമാണ്. പുതിയ ലോകത്തിലേക്ക് പോകുന്നതിനായി ബാബയുടേതാകുന്നു. ആത്മാക്കളാണല്ലോ പോവുക.
നമ്മൾ ആത്മാവ് ഈ ശരീരത്തിൻ്റെ ബോധം ഉപേക്ഷിക്കും. അപ്പോൾ മനസ്സിലാക്കും ഇവർ ദേഹി അഭിമാനിയാണ്. നമ്മൾ ഒരു വസ്തുവാണ്, ശരീരം മറ്റൊരു വസ്തുവാണ്. ഒരു ശരീരം ഉപേക്ഷിച്ച് രണ്ടാമതൊന്ന് എടുക്കുന്നു. അപ്പോൾ തീർച്ചയായും രണ്ടാമതൊരു വസ്തുവായില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നു നമ്മൾ ആത്മാക്കൾ ശ്രീമതനുസരിച്ച് ഈ ഭാരതത്തിൽ സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്ന ഈ വൈദഗ്ധ്യം പഠിക്കേണ്ടതുണ്ട്. ഇതും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ഒരു സത്സംഗവുമില്ല. സത്യം എന്ന ഒരേ ഒരു പരമാത്മാവിനെയാണ് പറയുന്നത്. ആ ഒന്നിൻ്റെ നാമമാണ് ശിവൻ. ആ ഒന്ന് സത്യയുഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. കലിയുഗത്തിൻ്റെ ആയുസ് തീർച്ചയായും പൂർത്തിയാകണം. മുഴുവൻ ലോകത്തിൻ്റെയും ചക്രം എങ്ങനെ തിരിയുന്നു? ഇത് ഗോളത്തിൻ്റെ ചിത്രത്തിൽ ക്ലിയറാണ്. ദേവതയാകുന്നതിനായി സംഗമയുഗത്തിൽ ബാബയുടേതാകുന്നു. ബാബയെ ഉപേക്ഷിച്ചു എങ്കിൽ പിന്നെ കലിയുഗത്തിലേക്ക് പോകും. ബ്രാഹ്മണ്യത്തിൽ സംശയം വന്നുപോയി എങ്കിൽ പോയി ശൂദ്രകുലത്തിൽ പതിക്കും. പിന്നെ ദേവതയാകാൻ സാധിക്കില്ല. ബാബ ഇതും മനസ്സിലാക്കിച്ചു തരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ സ്വർഗത്തിൻ്റെ സ്ഥാപനയുടെ ഫൗണ്ടേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഫൗണ്ടേഷൻ്റെ സെറമണിയും പിന്നെ ഓപ്പണിങ്ങിൻ്റെയും സെറമണിയും ഉണ്ടാകുന്നു. ഇവിടെയാണെങ്കിൽ ഗുപ്തമാണ്. ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. നമ്മൾ സ്വർഗത്തിലേക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നരകത്തിൻ്റെ പേര് ഉണ്ടായിരിക്കുന്നില്ല. അന്തിമം വരെയും ഏതുവരെ ജീവിക്കുന്നു തീർച്ചയായും പഠിക്കണം. പതീത പാവനൻ ഒരേ ഒരു ബാബയാണ്. ആ ഒന്ന് പാവനമാക്കി മാറ്റുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു ഇത് സംഗമയുഗമാണ്. എപ്പോഴാണോ ബാബ പാവനമാക്കാൻ വരുന്നത് എഴുതുകയും വേണം. പുരുഷോത്തമ സംഗമയുഗത്തിൽ മനുഷ്യൻ നരനിൽ നിന്നും നാരായണനാകുന്നു എന്ന് ഇതും എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഈശ്വരീയ ജന്മസിദ്ധ അധികാരമാണ്. ബാബ ഇപ്പോൾ നിങ്ങൾക്ക് ദിവ്യ ദൃഷ്ടി നൽകുന്നു. ആത്മാവ് അറിയുന്നു നമ്മുടെ 84ന്റെ ചക്രം ഇപ്പോൾ പൂർത്തിയായി. ആത്മാക്കൾക്ക് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാവാണ് പഠിക്കുന്നത്. ദേഹാഭിമാനം ഓരോ നിമിഷവും വരും. കാരണം പകുതി കൽപ്പത്തെ ദേഹാഭിമാനം ആണല്ലോ. അപ്പോൾ ദേഹീയ അഭിമാനി ആകുന്നതിൽ സമയമെടുക്കുന്നു. ബാബ ഇരിക്കുകയാണ്. സമയം ലഭിച്ചിരിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ ആയുസ് 100 വർഷം എന്ന് പറയുന്നു. അല്ലെങ്കിൽ കുറവുമാകാം. ബ്രഹ്മാവ് പോയി എന്നിരിക്കട്ടെ. അപ്പോൾ സ്ഥാപന ഉണ്ടാവുകയില്ല എന്നല്ല. നിങ്ങളാകുന്ന സേന ഇരിക്കുകയാണല്ലോ. ബാബ മന്ത്രം നൽകിയിട്ടുണ്ട്. പഠിക്കണം. സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു ഇതും ബുദ്ധിയിലുണ്ട്. ഓർമ്മയുടെ യാത്രയിലിരിക്കണം. ഓർമ്മയിലൂടെയാണ് വികർമ്മം വിനാശമാകുന്നത്. ഭക്തിമാർഗത്തിൽ എല്ലാവരിൽ നിന്നും വികർമ്മം ഉണ്ടായി. പഴയ ലോകവും പുതിയ ലോകവും രണ്ടിൻ്റെയും ഗോളം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും, പഴയ ലോകമാകുന്ന രാവണ രാജ്യം മുർദാബാദ്, പുതിയ ലോകം ജ്ഞാനമാർഗം രാമരാജ്യം സിന്ദാബാദ്. ആരാണോ പൂജ്യർ ആയിരുന്നത് അവർ തന്നെ പൂജാരിയായിരിക്കുന്നു. കൃഷ്ണനും പൂജ്യവും വെളുപ്പുമായിരുന്നു. പിന്നെ രാവണ രാജ്യത്തിൽ പൂജാരിയും കറുപ്പുമാകുന്നു. ഇത് മനസ്സിലാക്കിക്കുന്നത് സഹജമാണ്. ആദ്യം എപ്പോഴാണോ പൂജ ആരംഭിക്കുന്നത് അപ്പോൾ വലിയ വലിയ വജ്രത്തിൻ്റെ ലിംഗമുണ്ടാക്കുന്നു. മോസ്റ്റ് വാല്യുബിൾ ആയിരിക്കുന്നു. കാരണം ബാബ ഇത്രയും ധനികരാക്കിയല്ലോ. ആ ഒന്ന് സ്വയവും വജ്രമാണ്. അപ്പോൾ ആത്മാക്കളെയും വജ്രതുല്യമാക്കുന്നു.
അപ്പോൾ ആ ഒന്നിനെ വജ്രമാക്കി വെക്കേണ്ടതാണല്ലോ. വജ്രം എപ്പോഴും മധ്യത്താണ് വയ്ക്കുന്നത്. പുഷ്യരാഗം തുടങ്ങിയവയുടെ കൂടെയാണെങ്കിൽ അതിന് വാല്യൂ ഉണ്ടായിരിക്കില്ല. അതിനാൽ വജ്രത്തെ മധ്യത്തിൽ വയ്ക്കുന്നു. ഈ ഒന്നിലൂടെ 8 രത്നങ്ങൾ വിജയമാലയിലെ മുത്താകുന്നു. ഏറ്റവും കൂടുതൽ മൂല്യമുണ്ടായിരിക്കുന്നത് വജ്രത്തിനാണ്. ബാക്കി നമ്പർ വാറാകുന്നു. ആക്കി മാറ്റുന്നത് ശിവ് ബാബയാണ്. ഈ കാര്യങ്ങളെല്ലാം ബാബയ്ക്കല്ലാതെ ആർക്കും മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. പഠിച്ച് ആശ്ചര്യത്തോടെ ബാബ ബാബ എന്ന് പറയുന്നു, പിന്നെ പോയിക്കളയുന്നു. ശിവ് ബാബയെ ബാബ എന്ന് പറയുന്നു എങ്കിൽ ആ ഒന്നിനെ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ പാടില്ല. പിന്നെ പറയുന്നു ഭാഗ്യം. ആരുടെയെങ്കിലും ഭാഗ്യത്തിൽ കൂടുതലായി ഇല്ല എങ്കിൽ പിന്നെ കർമ്മവും അങ്ങനെയുള്ളത് ചെയ്യുന്നു. അപ്പോൾ 100 മടങ്ങ് ശിക്ഷ കയറുന്നു. പുണ്യ ആത്മാവാകുന്നതിനായി പുരുഷാർത്ഥം ചെയ്ത് പിന്നെ പാപം ചെയ്യുന്നതിലൂടെ 100 മടങ്ങ് പാപമുണ്ടാകുന്നു. പിന്നെ കുള്ളനായിരിക്കുന്നു. അഭിവൃദ്ധി നേടുവാൻ സാധിക്കുന്നില്ല. 100 ഇരട്ടി ശിക്ഷ ചേർക്കപ്പെടുന്നതിലൂടെ അവസ്ഥ ശക്തി പ്രാപിക്കുന്നില്ല. ആരിലൂടെയാണോ നിങ്ങൾ വജ്രതുല്യമാകുന്നത് ആ ബാബയിൽ എന്തിന് സംശയം വരണം? ഏതെങ്കിലും കാരണവശാൽ ബാബയെ ഉപേക്ഷിച്ചു എങ്കിൽ ഭാഗ്യഹീനർ എന്ന് പറയും. എവിടെ കഴിയുമ്പോഴും ബാബയെ ഓർമ്മിക്കണം. അപ്പോൾ ശിക്ഷകളിൽ നിന്നും മുക്തമാകട്ടെ. ഇവിടെ നിങ്ങൾ വരുന്നത് തന്നെ പതീതത്തിൽ നിന്നും പാവനമാകുവാനാണ്. പാസ്റ്റിലും അങ്ങനെയുള്ള ഏതെങ്കിലും കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെയും എത്ര കർമ്മഭോഗാണ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പകുതി കൽപ്പത്തേക്ക് ഇതിൽ നിന്നും മുക്തമാകുന്നു. സ്വയം നോക്കണം. നമ്മൾ എവിടം വരെ തൻ്റെ ഉന്നതി ചെയ്യുന്നു, മറ്റുള്ളവരുടെ സർവീസ് ചെയ്യുന്നു. ലക്ഷ്മി നാരായണന്റെ ചിത്രത്തിലും മുകളിൽ എഴുതുവാൻ സാധിക്കും, ഇതാണ് വിശ്വത്തിൽ ശാന്തിയുടെ രാജധാനി. അത് ഇപ്പോൾ സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. ഇതാണ് എയിം ഓബ്ജക്റ്റ്. അവിടെ 100% പവിത്രതയും സുഖവും ശാന്തിയുമുണ്ട്. ഇവരുടെ രാജ്യത്തിൽ രണ്ടാമതൊരു ധർമ്മം ഉണ്ടായിരിക്കുന്നില്ല. അതിനാൽ ഇപ്പോൾ ഇത്രയും ധർമ്മങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം തീർച്ചയായും വിനാശമുണ്ടാകും. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വലിയ ബുദ്ധി ആവശ്യമാണ്. ഇല്ലെങ്കിൽ തൻ്റെ അവസ്ഥ അനുസരിച്ചായിരിക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത്. ചിത്രങ്ങളുടെ മുന്നിലിരുന്ന് ചിന്തിക്കേണ്ടതാണ്. അറിവ് ലഭിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കിച്ചു കൊടുക്കണം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ ബാബ മ്യൂസിയം തുറപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഗേറ്റ് വേ ടു ഹെവൻ. ഈ പേരും നല്ലതാണ്. അതാണ് ഡൽഹി ഗേറ്റ്, ഇന്ത്യ ഗേറ്റ്. ഇത് പിന്നെ സ്വർഗത്തിൻ്റെ ഗേറ്റാണ്. നിങ്ങൾ ഇപ്പോൾ സ്വർഗത്തിൻ്റെ ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുന്നു. ഭക്തിമാർഗത്തിൽ ഈ വിധം കുഴങ്ങിപ്പോകുന്നു. അനേകം ചുറ്റുവഴികളിൽ കുഴങ്ങിപ്പോകുന്നത് പോലെ വഴി ആർക്കും ലഭിക്കുന്നില്ല. എല്ലാവരും ഉള്ളിൽ കുടുങ്ങിപ്പോകുന്നു മായയുടെ രാജ്യത്തിൽ. പിന്നെ ബാബ വന്ന് പുറത്തെടുക്കുന്നു. ആർക്കെങ്കിലും പുറത്തു വരാൻ ആഗ്രഹമില്ല എങ്കിൽ ബാബയും എന്തു ചെയ്യും? അതിനാൽ ബാബ പറയുന്നു, മഹാഭാഗ്യഹീനരെയും ഇവിടെ നോക്കൂ. അവർ പഠനം ഉപേക്ഷിച്ചു കളയുന്നു. സംശയബുദ്ധിയായി ജന്മജന്മാന്തരങ്ങളിലേക്ക് വേണ്ടി സ്വന്തം ഹത്യ ചെയ്യുന്നു. ഭാഗ്യക്കേട് ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ സംഭവിക്കുന്നു. ഗ്രഹപ്പിഴ ഇരിക്കുന്നതിലൂടെ വെളുപ്പാകുന്നതിനു പകരം കറുത്തുപോകുന്നു. ഗുപ്തമായി ആത്മാവ് പഠിക്കുന്നു. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ എല്ലാം ചെയ്യുന്നത്. ആത്മാവിന് ശരീരമില്ലാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല.
ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ആത്മാവാണ് എന്ന നിശ്ചയം വരുത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ദേഹാഭിമാനത്തിൽ വന്നു പോകുന്നു. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സുപ്രീം ടീച്ചറിൻ്റെ പഠനം നമ്മെ നരനിൽ നിന്നും നാരായണൻ ആക്കുന്നതാണ്. ഈ നിശ്ചയത്തിലൂടെ അറ്റൻഷൻ നൽകി പഠനം പഠിക്കണം. പഠിപ്പിക്കുന്ന ടീച്ചറിനെ നോക്കരുത്. ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. മർജീവ ആയിരിക്കുന്നു. അതിനാൽ ഈ ശരീരത്തിൻ്റെ ബോധത്തെ ഉപേക്ഷിക്കണം. പുണ്യ ആത്മാവാകണം. യാതൊരു പാപകർമ്മവും ചെയ്യരുത്. വരദാനം: സ്വദർശന ചക്രത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ സമ്പന്ന സ്ഥിതി അനുഭവിക്കുന്ന സമൃദ്ധരായി ഭവിക്കട്ടെ. ആരാണോ സദാ സ്വദർശന ചക്രധാരി, അവർ മായയുടെ അനേകം പ്രകാരത്തിലുള്ള ചക്രങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്നു. ഒരു സ്വദർശന ചക്രം അനേകം വ്യർത്ഥ ചക്രങ്ങളെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. മായയെ ഓടിക്കുന്ന ഒന്നാണ്. അതിൻ്റെ മുന്നിൽ മായയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. സ്വദർശന ചക്രധാരിയായ കുട്ടികൾ സദാ സമ്പന്നമായത് കാരണം അജഞ്ചലം ആയിരിക്കുന്നു. സ്വയം സമൃദ്ധമായി അനുഭവിക്കുന്നു. മായ ശൂന്യമാക്കുവാൻ ശ്രമിച്ചാലും അവർ സദാ ജാഗ്രതയുള്ളവരും സുബോധമുള്ളവരും ജ്വലിക്കുന്ന ജ്യോതിയുമായിരിക്കുന്നു. അതിനാൽ മായയ്ക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. ആരുടെ അടുക്കൽ അറ്റൻഷനാകുന്ന കാവൽക്കാർ ഉണർന്നിരിക്കുന്നുവോ അവർ സദാ സേഫാണ്. സ്ലോഗൻ: താങ്കളുടെ വാക്കുകൾ ശുഭവും ശ്രേഷ്ഠവുമായ ഭാവന ഉൾക്കൊള്ളപ്പെട്ടിരിക്കും വിധം സമർത്ഥമാകണം. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. പവർഫുൾ ഓർമ്മയ്ക്ക് വേണ്ടി സത്യമായ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ആവശ്യമാണ്. സത്യമായ ഹൃദയമുള്ളവർക്ക് സെക്കൻഡിൽ ബിന്ദുവായി ബിന്ദു സ്വരൂപമായ ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുന്നു. സത്യമായ ഹൃദയമുള്ളവർ സത്യമായ പ്രഭുവിനെ തൃപ്തമാക്കുന്നത് കാരണം ബാബയുടെ വിശേഷ ആശീർവാദങ്ങൾ പ്രാപ്തമാക്കുന്നു. അതിലൂടെ സഹജമായി തന്നെ ഒരു സങ്കല്പത്തിൽ സ്ഥിതി ചെയ്ത് ജ്വാലാരൂപത്തിൻ്റെ ഓർമ്മയുടെ അനുഭവം ചെയ്യാൻ സാധിക്കുന്നു. പവർഫുൾ വൈബ്രേഷൻ വ്യാപിപ്പിക്കാൻ സാധിക്കുന്നു. ഓം ശാന്തി. മെഡിറ്റേഷൻ. ഞാൻ ആകാരി ഫരിഷ്തയാണ്. ഈ വിശേഷ സ്മൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. മാതാപിതാവിൻ്റെ രൂപത്തിൽ ബാബ് ദാദയുടെ വിശേഷ പാലനയുടെ സൂക്ഷ്മമായ ആകർഷണം എന്നെ ഒരു സെക്കൻഡിൽ സൂക്ഷ്മവദനവാസി ആക്കുന്നു. ഞാൻ ആകാരി ഫരിസ്ത സ്വരൂപത്തിൽ എൻ്റെ മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സന്മുഖത്ത് സ്ഥിതി ചെയ്യുന്നു. സംഗമയുഗത്തിലെ
അതിവിശിഷ്ടമായ ഈ അലൗകിക കൂടിക്കാഴ്ച എന്നിൽ വിശേഷ സന്തോഷത്തിൻ്റെ അലകൾ ഉൽപ്പന്നമാക്കുന്നു. വാഗ്ദാതയുമായുള്ള ഈ അലൗകിക മധുര മിലനത്തിൻ്റെ ആത്മീയ ലഹരിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ വാഗ്ദാത എന്നിൽ സർവ സൂക്ഷ്മ ശക്തികളുടെയും വിശേഷ ബലം നിറയ്ക്കുന്നു. വാഗ്ദാതയിൽ നിന്നും വിശേഷ സൂക്ഷ്മമായ ശക്തികൾ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ നിരാകാര സ്വരൂപത്തിൽ ഒരു സെക്കൻഡിൽ പരംധാമത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവശക്തിവാനായ ശിവ് ബാബയുടെ സമീപത്തിരുന്ന് ഞാൻ ബാബയുടേതാണ് എന്ന സൂക്ഷ്മ സങ്കല്പം ധാരണ ചെയ്ത് ബാബയുടെ ഏക ഓർമ്മയിൽ മഗ്നമാകുന്നു. ഈ സ്നേഹം നിറഞ്ഞതും ശക്തിശാലിയുമായ ബുദ്ധിയോഗം എന്നിൽ ഈശ്വരീയ സ്നേഹവും ശക്തിയും നിറയ്ക്കുന്നു. പരമാത്മാ സ്നേഹത്തിൻ്റെയും പരമാത്മാ ശക്തിയുടെയും അമൂല്യ ഖജനാവുകൾ എന്നിൽ നിറയുമ്പോൾ വിശ്വസേവനത്തിൻ്റെ സങ്കല്പം എന്നിൽ ഉണരുന്നു. ബാബയിൽ നിന്നും പ്രാപ്തമായ ഈശ്വരീയ സ്നേഹവും ശക്തികളും ദുഃഖവും അശാന്തിയിലും അലയുന്ന ആത്മാക്കൾക്ക് ഞാൻ ദാനം ചെയ്യുന്നു. പരമാത്മാ സ്നേഹവും പരമാത്മാ ശക്തികളും
വിശ്വത്തിലെ ആത്മാക്കൾക്ക് പ്രാപ്തമാകട്ടെ. അവരും ഈ വിശേഷ ഈശ്വരീയ ഖജനാവുകളാൽ സമ്പന്നമാകട്ടെ.